അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹർ റസൂലു ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക വഇൻ ലം തഫ്അൽ ഫമാ ബല്ലഗ്ത റിസാലതഹു വല്ലാഹു യഅസിമുക മിനൻ നാസി ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തർക്കും എത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ എണ്ണമെടുക്കാൻ സാധിക്കാത്തത്ര മഹത്തായ ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നടുവിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നൽകപ്പെടുന്ന ഏതൊരനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും അതിൻ്റെ എല്ലാ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിയും ജീവിതം വളരെ മനോഹരമായി കൊണ്ടു മുന്നോട്ട് പോകുന്നവരാണ് അള്ളാഹുവിൻ്റെ നിഅമത്ത് അംഗീകരിക്കുന്ന, ആ നിഅമത്ത് ലഭിച്ചിട്ടുള്ള നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏത് എന്ന് ചോദിക്കപ്പെടുമ്പം അത് ഇന്നതാണ് എന്ന് ചൂണ്ടിപ്പറയാൻ സാധിക്കാത്ത നിലക്ക് എല്ലാ അനുഗ്രഹങ്ങളുടെയും വലുപ്പമോ വ്യാപ്തിയോ തിരിച്ചറിയാനാവാതെയാണ് ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതും. അങ്ങനെ റബ്ബ് മനുഷ്യന് നൽകുന്ന അനുഗ്രഹങ്ങളിൽ വിലമതിക്കാനാവാത്ത, പകരം വെക്കാനില്ലാത്ത ഏറ്റവും മഹത്തായ ഒരു അനുഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും, അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയാദർശങ്ങൾ യാതൊരുവിധ വക്രതയുമില്ലാതെ ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏൽപ്പിച്ചു തന്ന രീതിയിൽ റബ്ബിന്റെ ഹിദായത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പകരം വെക്കാനില്ലാത്തൊരു മഹാ അനുഗ്രഹം. കാരണം നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും സമൂഹത്തിലും ഒരുപാട് പിഴച്ച വിശ്വാസങ്ങളും ആദർശങ്ങളുമാണ് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ലോകത്തൊരിക്കലും അള്ളാഹു അംഗീകരിക്കാത്ത, ലോകത്തിന്റെ പ്രവാചകന്മാർ ലോകത്തിന് പരിചയപ്പെടുത്താത്ത ബഹുദൈവ വിശ്വാസം മുതൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിനേക്കാളേറെ വികൃതമാൽക്കരിക്കപ്പെടുന്ന മതത്തിന്റെ ആശയങ്ങളും ഓരോരുത്തരും അണികളെ ഉറപ്പിച്ചു നിർത്താനും അവനവന്റെ സംഘടന, അവനവന്റെ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുൻപിൽ മുൻപോട്ട് കൊണ്ടുപോകാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യന് നൽകുന്ന ഒരു പകരം വെക്കാനില്ലാത്ത അനുഗ്രഹമാണ് ആ റബ്ബിൽ നിന്നുള്ള ഹിദായത്ത് ലഭിക്കുക, സന്മാർഗം ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല കാര്യം ഓർമ്മപ്പെടുത്തിയതും ഒരുപാട് സഹായങ്ങളും സംരക്ഷണവും നൽകിയിരുന്ന തന്റെ എളാപ്പയുടെ അരികിൽ ചെന്ന് ഖുൽ യാ അമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലയോ എളാപ്പ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയാണെങ്കിൽ നാളെ സൃഷ്ടാവിന്റെ മുൻപിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ശുപാർശ പറയും, എന്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കുമെന്ന് കണ്ണുനീരോടെ സ്വന്തം പിതൃവ്യന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ടും ആ പിതൃവ്യന് ഇസ്ലാമിന്റെ ആശയങ്ങളിലേക്ക് അള്ളാഹു നിശ്ചയിക്കുന്ന ഹിദായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവിടെ റബ്ബ് ബോധ്യപ്പെടുത്തുന്ന ഒരു വാക്യമുണ്ട്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ. ഒരിക്കലും പ്രവാചകരെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ടവരെ സന്മാർഗത്തിലാക്കാൻ താങ്കളെ കൊണ്ട് സാധിക്കുകയില്ല. ഈ ലോകത്ത് എത്ര വയലുകൾ കേട്ടാലും, എത്ര മതപ്രഭാഷണങ്ങൾ ആസ്വദിച്ചാലും, എത്രയേ പടച്ച റബ്ബിന്റെ ഖുർആനിന്റെ ആളുകളായാലും, വലാകിന്നല്ലാഹു യഹ്ദീ മൻ യശാ, ലോകത്തിന്റെ സൃഷ്ടാവ് തീരുമാനിച്ചാലല്ലാതെ ഒരാൾക്കും ഇസ്ലാമിന്റെ മധുരം നുകരാൻ സാധിക്കുകയില്ല എന്ന് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ലോകത്തിലെ ഉലമാക്കൾ സമർത്ഥിക്കുന്നു. ആ അള്ളാഹു മനുഷ്യന് നൽകുന്ന ഹിദായത്ത് എന്ന മഹാ അനുഗ്രഹം ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇന്ന് വരെ ഒരു ജാറത്തിങ്കൽ പോകുകയോ മക്ബറ മൂടുകയോ അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയോ സഹായം ചോദിക്കുകയോ ലോകത്തിന്റെ സൃഷ്ടാവ് പ്രവാചകനിലൂടെ പഠിപ്പിക്കാത്തത് ജീവിതത്തോട് ചേർത്ത് നിർത്തുകയോ ചെയ്യാത്തവരാണ് നമ്മളെങ്കിൽ ആ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് റബ്ബ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഹിദായത്ത് ലഭിക്കുന്ന ആളുകളോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഹിദായത്ത് നിങ്ങൾ അംഗീകരിച്ച് ജീവിച്ചാൽ മാത്രം മതി എന്നല്ല റബ്ബിന്റെ കൽപ്പന. മറിച്ച് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഹിദായത്ത്, നിങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള സന്മാർഗം, ആ സന്മാർഗം നിങ്ങൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. താക്കീദിന്റെ സ്വരത്തിൽ അല്ലാഹു തആല കാര്യം വിശദീകരിക്കുന്നു. യാ അയ്യുഹർ റസൂൽ, ലോകത്തിന്റെ പ്രവാചകന്മാരോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്യം, ബല്ലിഗ് മാ ഉൻസില ഇലൈക മിൻ റബ്ബിക, പ്രവാചകരെ താങ്കൾക്ക് ഞാൻ അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഈ സന്മാർഗം, ഈ യഥാർത്ഥ ഹിദായത്തിന്റെ കാര്യങ്ങൾ താങ്കൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം, അറിയിച്ചു കൊടുക്കണം. വഇല്ലം തഫ്അൽ, നിങ്ങൾ അത് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഫമാ ബല്ലഗ്ത റിസാലതഹു, താങ്കൾ നിയോഗിക്കപ്പെട്ട ഉത്തരവാദിത്വം താങ്കൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ലോകത്തുള്ള സർവ്വ ഉലമാക്കളും മനുഷ്യ സമുദായത്തെ പഠിപ്പിച്ചു, നമുക്കൊരു സന്മാർഗത്തിന്റെ വെളിച്ചം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതാണ് ശരിയായ പാത, ഇതാണ് റബ്ബിന്റെ മാർഗം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ക്ലിയറാവും, ഞാൻ എൻ്റെ നമസ്കാരം അങ്ങ് ഭംഗിയാക്കും, ഞാൻ എൻ്റെതായ ഇബാദത്തിൽ അങ്ങ് ജീവിക്കും എന്ന് തീരുമാനിക്കുന്നവൻ ഒരു നല്ല വിശ്വാസിയല്ല. മറിച്ച് എനിക്ക് ലഭിച്ചിട്ടുള്ള, എനിക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ആ സന്മാർഗം മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കാൻ നിരന്തരം ജാഗ്രതയോടെ നിങ്ങൾ പ്രവർത്തിക്കണം. വല്ലാഹു യഅസിമുക മിനന്നാസ്, അങ്ങനെ അധ്വാനിക്കുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ആളുകളുടെ ആക്ഷേപമാണെങ്കിൽ, കുറ്റപ്പെടുത്തലുകളാണെങ്കിൽ, ഒറ്റപ്പെടുമെന്ന ഭീഷണിയാണെങ്കിൽ, വല്ലാഹു, അല്ലാഹു വാക്ക് തരുന്നു, യഅസിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്നും നിങ്ങളെ അല്ലാഹു സംരക്ഷിച്ചുകൊള്ളും. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, ഒരിക്കലും അവിശ്വാസികൾക്ക് അല്ലാഹു സന്മാർഗം നൽകുകയും ചെയ്യുകയില്ല. ഇവിടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് ദഅവത്ത് നടത്തുക, പ്രബോധന രംഗത്ത് ഇടപെടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പൊതുക്കടമയായിക്കൊണ്ട് ഈ സമൂഹത്തെ സ്നേഹിക്കുന്ന, നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകണം എന്ന് 100% വിശ്വസിക്കുന്ന, എന്റെ സൃഷ്ടാവിന്റെ മുൻപിൽ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങൾക്കും കൂലിയുണ്ടെന്നും ചെയ്യുന്ന ഓരോ ദുഷ്കർമ്മങ്ങൾക്കും ശിക്ഷയുണ്ടെന്നും വിശ്വസിക്കുന്ന ഏതൊരു മുസ്ലിമിന്റെയും ബാധ്യതയാണ് അവൻ അംഗീകരിക്കുന്ന, അവന് നൽകപ്പെട്ടിട്ടുള്ള ഹിദായത്ത്
മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളത്. അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരിൽ ചിലർ നഷ്ടക്കാരിൽ പെട്ടുപോയവരാ. ആരാണവർ? ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുന്നവർ, ഹക്ക് കൊണ്ട് പരസ്പരം സംസാരിക്കുന്നവർ. അങ്ങനെ ആളുകളല്ലാത്ത മുഴുവൻ പേരും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് റബ്ബിനോട് നന്ദികേട് കാണിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചു നൽകിയിട്ടുള്ള ഈ മഹത്തായ ആദർശം എന്നോട് ചേർന്ന് നിൽക്കുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നോട് വ്യക്തിപരമായിട്ട് വെറുപ്പുള്ള ആരാവട്ടെ, ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ, സമൂഹത്തിന് മുൻപിൽ പ്രഖ്യാപിക്കാൻ നമുക്കെന്ന് സാധിക്കുന്നോ അന്നേ നമ്മളെ നമസ്കാരം റബ്ബിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നുള്ളൂ, അന്നേ നമ്മളെ ഇബാദത്ത് റബ്ബിന്റെ അടുത്ത് വിലമതിക്കുന്നുള്ളൂ, അന്നേ നമ്മൾ ചെയ്യുന്ന ഏതൊരു അമലു സ്വാലിഹാത്തുകളും സൃഷ്ടാവിന്റെ അടുത്ത് നമുക്ക് പുണ്യമായി രേഖപ്പെടുത്തപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന കഴിവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മളുടെ അവസ്ഥയും പരിഗണിച്ച് ഏത് രംഗത്തൊക്കെ നമുക്ക് ദഅവത്ത് രംഗത്ത് സജീവമാകാൻ സാധിക്കുമോ അതിന് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കണം. ഇന്ന് പൊതുവെ ചിലർക്കുള്ള ധാരണ, മതം പഠിച്ച് ഡിഗ്രി വാങ്ങിയവർക്ക് ദഅവത്തിന് അവകാശമുള്ളൂ എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ തിരുദൂതനിലൂടെ പഠിപ്പിക്കപ്പെട്ടത്, ബല്ലിഗൂ, നിങ്ങൾ ദഅവത്തിനിറങ്ങണം, അറിയിച്ചു കൊടുക്കണം. വലൗ ആയ, ഒരായത്തെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും, വിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളിലായി 6000-ൽ പരം വരുന്ന ആയത്തുകളിൽ നിങ്ങൾക്കൊരായത്തിന്റെ നിർവചനത്തിലേക്ക് പഠിച്ച് മനസ്സിനെ ചേർക്കാൻ സാധിച്ചിട്ടുള്ളൂ എങ്കിൽ പോലും ആ ആയത്ത് മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കണമെന്ന് അല്ലാഹു തആല കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു. മറ്റൊരു ഭാഗത്ത് റബ്ബ് വിശദീകരിച്ചു, റഹിമല്ലാഹു, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചിരിക്കുന്നു, മിന്നി ഹദീസൻ, എന്റെ ഒരു ഹദീസ് സ്വീകരിച്ചൊരു വ്യക്തി, ഫഹഫിളഹു, അവനത് പഠിച്ചു, അവന്റെ ജീവിതത്തിൽ പകർത്തി, ഹത്താ യബ്ലഗഹു ഗൈറ, അവനത് മറ്റൊരാൾക്ക് അറിയിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്താൽ, റഹിമല്ലാ, പടച്ച റബ്ബിന്റെ കാരുണ്യം ആ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. ഇത്രത്തോളം ഗൗരവത്തോടെ എല്ലാ അർത്ഥത്തിലും നഷ്ടമില്ലാത്തൊരു കച്ചവടമായി അല്ലാഹു തആല ദഅവത്തിനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിന്റെ പൂർണ്ണമായ മനസ്സോടുകൂടി എനിക്ക് അല്ലാഹു നൽകിയ ഈ ഹിദായത്തിലേക്ക് എന്റെ കുടുംബം, എന്റെ സഹോദരങ്ങൾ, എന്റെ റൂമുകൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് എത്തണം എന്ന് വിശ്വസിക്കുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. ആ ചിന്തയോടെ പണിയെടുക്കുന്നവർ, ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, വല്ലാഹി, എന്റെ സൃഷ്ടാവായ റബ്ബാണ് സത്യം, ലി അൻ യുഹദാ ബിഹുദാക റജുലുൻ വാഹിദുൻ, നീ കാരണം മറ്റൊരാൾക്കൊരു സന്മാർഗത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഖൈറുൻ ലക മിൻ ഹുംരി നഅമി, ഒരു ചുവന്ന ഒട്ടകത്തെ നിനക്ക് കിട്ടുന്നതിനേക്കാൾ നിന്നെ ഏറെ നാളെ പരലോകത്തത് സന്തോഷിപ്പിക്കും. സ്വന്തം ജീവിതത്തിൽ ഇത്രയേറെ വിശ്വാസത്തിന്റെ തെളിമയും ആദർശ വിശുദ്ധിയും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ല അജ്രി ഫാഇലിഹി, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ ഈ ആദർശം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാ. ഇത് അറിയിച്ചു കൊടുക്കപ്പെടുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടേക്കും, പരിഹസിക്കപ്പെട്ടേക്കും, ആക്ഷേപിക്കപ്പെട്ടേക്കും. തമാശയായിട്ട് ചിലർ പറയാറില്ലേ, ഓരോ പള്ളിയിലും ജമാഅത്തിനെത്തുമ്പോ ആ ജമാഅത്തിൽ പങ്കെടുക്കാതെ അല്ലെങ്കിൽ ജമാഅത്തിന്റെ സഫൊപ്പിക്കാതെ പിൻഭാഗത്തൊക്കെ ചെന്നിരിക്കുന്ന വ്യക്തികളോട് നിങ്ങളൊന്ന് മുൻപോട്ട് കയറിയിരിക്കൂ എന്ന ഒരു ഹിദായത്തിന്റെ വാക്ക് പറഞ്ഞാൽ പോലും ആളുകൾക്ക് നമ്മളോട് പരിഹാസമാ. ആളുകൾ നമ്മളെ കളിയാക്കും, കുറ്റപ്പെടുത്തും. ഏത് കാലഘട്ടത്തിലും അള്ളാന്റെ ദീന് പറയുമ്പം പൂമാലകൾ കൊണ്ട് സ്വീകരിക്കപ്പെട്ടിട്ടില്ല. ലോകത്തെ മുഴുവൻ പ്രവാചകന്മാർക്കും പീഡനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ലോകത്തെ മുഴുവൻ ആളുകൾക്കും ദഅവത്തിന്റെ രംഗത്ത് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ആളുകളാൽ കുറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, ഒറ്റപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. പരിഹാസത്തോടുകൂടി ഭയങ്കര ദീനി അല്ലെങ്കിൽ അടുത്ത നബി എന്നൊക്കെ നമ്മളെ പരിഹസിച്ചേക്കാം. പക്ഷേ എന്ന് കരുതി എന്നെ സ്നേഹിച്ചും എന്നോട് ചേർന്നും ജീവിക്കുന്ന എന്റെ നാടിലും കുടുംബത്തിലും എന്റെ റൂമുകളിലും അള്ളാഹുവിന്റെ ദീനിന്റെ വെളിച്ചം എത്തിക്കുന്നിടത്ത് ഭൗതികപരമായ കുറ്റപ്പെടുത്തലുകളും ആക്ഷേപങ്ങളും ഭയപ്പെട്ട് ഞാൻ നിശബ്ദനായിട്ടുണ്ടെങ്കിൽ എന്റെ നിശബ്ദത
നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. എന്റെ ജീവിതത്തിൽ അള്ളാഹ് നൽകിയ നിഅമത്തുകൾ നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ആ റബ്ബ് വിശുദ്ധ ഖുർആനിലൂടെ ചോദിച്ചതും നാഥന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവനേക്കാൾ നല്ല പ്രവൃത്തിയും വാക്കും ഉച്ചരിക്കുന്നവരാരാ? ഇന്ന് നമ്മൾക്കിടയിലൊക്കെ ചിലരുടെ ഒരു ധാരണ, അവനവന്റെ കുടുംബവും നമ്മളെ ജീവിതവും ഒക്കെ ഭംഗിയായിട്ട് കൊണ്ടുപോയി ഒരു കാര്യത്തിലും മോശം അഭിപ്രായമല്ലാതെ മരിച്ചോകല നല്ല പുണ്യമുള്ള മരണം എന്നൊക്കെയാ നമ്മളിൽ പലർക്കും ധാരണ. നാട്ടിലൊക്കെ ചില കല്യാണ ആലോചനകളും അല്ലെങ്കിൽ എന്തെങ്കിലും ചില അന്വേഷണങ്ങളും ഒക്കെ നടക്കുമ്പോ ആളുകൾ ചോദിക്കാറില്ലേ, ആളെങ്ങനെയാ, അൻസാർ എങ്ങനെയാ, ഈ കുടുംബം എങ്ങനെയാന്ന് ചോദിക്കുമ്പം ചിലർ പറയും നല്ല കുടുംബ, ദീനീപരമായിട്ടുള്ള കുടുംബ, വാപ്പ എല്ലാ വക്തിനും പള്ളിയിലുണ്ടാകും, അവന് പഠിച്ചു ജോലി വാങ്ങി വിദേശത്തെന്തോ നല്ല ജോലി കിട്ടിയിട്ടുണ്ട്, പിന്നെ അത്ര കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാൻ മാത്രം മോശം സ്വഭാവമൊന്നും കാണാറില്ല. നേരം കിട്ടുന്ന സമയത്തൊക്കെ ജമാഅത്തിന് പള്ളി കാണും, പെരുന്നാളിനൊക്കെ നിർബന്ധമായിട്ടും പള്ളിയിലുണ്ടാകും. ആരെ കൊണ്ട് ഒന്നും പറയിപ്പിക്കാത്തവനാ, ഓന്റെ ജോലി, ഓന്റെ കൂലി, ഓന്റെ റൂം, അങ്ങനെ അങ്ങ് ജീവിക്കുന്നവനാ, വേറൊരു മോശത്തരത്തിലേക്കും പോകാറില്ല എന്ന് പറഞ്ഞിട്ട് ചിലർ പറയും നല്ലോനാ. അങ്ങനെയുള്ള വ്യക്തി നല്ലവനാണെന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല. അവനാന്റെ ജോലിയും കൂലിയും മാത്രം നോക്കി ആളുകളെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ അവനാന്റെ സ്വാർത്ഥതയും സൗകര്യങ്ങളും സന്തോഷവും മാത്രം നോക്കി ജീവിക്കുന്നവൻ നല്ലവനാണെന്ന് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടില്ല. റബ്ബ് ചോദിക്കുന്ന ഒരു ചോദ്യം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, നല്ലവൻ അവൻ റബ്ബിന്റെ മാർഗത്തിൽ ദഅവത്ത് നടത്തുന്നവനായിരിക്കും, ദീനിനെ പറ്റി പരിചയപ്പെടുത്തുന്നവനായിരിക്കും. വഅമില സ്വാലിഹൻ, എന്നിട്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, അവൻ പറയും ഞാൻ ഒരു മുസ്ലിമാണ് എന്ന്. ഒരു മുസ്ലിമിന്റെ ഐഡന്റിറ്റി നല്ലത് സ്വയം ചെയ്ത് ജീവിക്കുക എന്നത് മാത്രമല്ല, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷണിക്കണം, റബ്ബിന്റെ ദീനീപരമായ കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. യഥാർത്ഥ സത്യത്തിന്റെ വെളിച്ചത്തിലേക്ക് എന്ത് ത്യാഗം സഹിച്ചും അവരെ കൈപിടിക്കാൻ വേണ്ടി പണിയെടുക്കുന്നവൻ, അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഏറ്റവും നല്ലവരെന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ജോലിയുണ്ടാവാം, നമുക്ക് തിരക്കുകൾ ഉണ്ടാവാം, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം, നമ്മുടെ കുടുംബത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവാം. എന്നാലും മക്കളോടും കുടുംബത്തോടും ഭാര്യയോടും പറയണം, എനിക്കിതൊക്കെ നൽകുന്ന റബ്ബിനോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മൾ ഒരാൾ മാറി നിന്നാൽ ഒരുപക്ഷെ പടച്ച റബ്ബിന്റെ ദീനിന് ഒന്നും സംഭവിക്കുകയില്ലെങ്കിലും ആ മാറി നിന്നവരെ ലോകത്തിന്റെ സൃഷ്ടാവിന്റെ കോടതിയിൽ ഉത്തരവാദിത്വം നിർവഹിക്കാത്തവരായി അള്ള പരിചയപ്പെടുത്തപ്പെടുമ്പോ ഞാൻ അവിടെ ഉണ്ടാകാൻ പാടില്ല, എന്റെ ഭാര്യ ഉണ്ടാവാൻ പാടില്ല, എന്റെ മക്കൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിയ്യത്തോടുകൂടി നമുക്കതിന്റെ പ്രവർത്തന രംഗത്ത് സജീവമാകാൻ സാധിക്കണം. അതുകൊണ്ടായിരുന്നു സ്വഹാബാക്കളോട് റസൂലുള്ളാഹ് കാര്യം പറഞ്ഞപ്പോ അവരാ സെക്കൻഡ് കൊണ്ട് ആ ദഅവത്തിന് വേണ്ടി പുറപ്പെട്ടതും. ഇന്നും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ മക്കയിലും മദീനയിലും സൗദി അറേബ്യയിലും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സഹാബാക്കളോടൊപ്പം ദഅവത്ത് നടത്തി ജീവിച്ചിരുന്ന മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഇന്ന് ഈ സമൂഹത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തപ്പെടുമ്പോ 15,000 കബറുകൾക്ക് മേലെ സ്വഹാബത്തിന്റെ കബറ് ഈ രാജ്യത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. 1,00,000-ൽ പരം സഹാബാക്കൾ അന്ന് അറഫ മൈതാനിയിൽ ലോകത്തിന്റെ റസൂലുള്ളാന്റെ കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹജ്ജിന് സാക്ഷിയായി അറഫയിൽ ഉണ്ടായിരുന്നെങ്കിൽ 15,000 കബറുകൾ മാത്രമേ ഇന്ന് സൗദി അറേബ്യയിൽ ഉള്ളൂ എങ്കിൽ ബാക്കിയുള്ള കബറുകളൊക്കെ ഈ സഹാബത്തിന്റെ കബർ ലോകത്തെവിടെയാ? അതിനുള്ള ഉത്തരമാണ് അന്ന് അറഫ മൈതാനിയിൽ തന്റെ മുൻപിലിരിക്കുന്ന ആയിരക്കണക്കിന് സഹാബത്തിനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞൊരു വാക്ക്, ഇവിടെ ഹാജരുള്ളവർ ഇവിടെ ഹാജരില്ലാത്തവർക്ക് വേണ്ടി അവരിത് അറിയിച്ചു കൊടുക്കട്ടെ എന്ന അള്ളാന്റെ ഹബീബിന്റെ വാക്ക് കേട്ട് ഒട്ടകം എങ്ങോട്ടാണോ മുഖം തിരിച്ചത് ആ ഭാഗത്തേക്ക് അവർ പുറപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നു, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ചെന്നു, ഇല്ലെങ്കിൽ ലോകത്തെവിടേക്കൊക്കെ കടലുകൾ കടന്നും അല്ലാതെയും യാത്ര ചെയ്യാൻ സാധിക്കുമോ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് ഈ ഒരൊറ്റ വാക്കിന്റെ പേരിൽ പടച്ച റബ്ബിന്റെ ദീനിനെ നെഞ്ചേറ്റി സമൂഹത്തിന് അറിയിച്ചു കൊടുക്കാൻ ലോകത്തിന്റെ മുക്കുമൂലകളിലേക്ക് ആ സഹാബത്ത് പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഒരു മനസ്സായിരിക്കണം ജീവിതത്തിൽ ദഅവത്തിന്റെ വിഷയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. മരിച്ചാൽ പോലും നമ്മളെ ഖബറിലേക്ക് കിട്ടുന്ന ഒരു പുണ്യം, അഥവാ നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോയാലും ഈ ദുനിയാവിൽ ബാക്കിയാവുന്ന 3 കാര്യങ്ങളിൽ ഒന്ന്
നിങ്ങൾ അറിയിച്ചു കൊടുത്ത നന്മകളാ. എന്റെ കാലശേഷം ഞാൻ എത്ര കാലം മണ്ണിന്റെ അടിയിൽ കിടന്നാലും ഞാൻ അറിയിച്ചു തരുന്ന നന്മകളെ കൊണ്ട് നിങ്ങൾക്കാർക്കെങ്കിലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളത് മറ്റൊരാളിലേക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ മക്കളിൽ നിന്ന് മക്കളിലേക്ക് തലമുറകളോളം അത് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നാളെ റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോയാലും ഖബറിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു പുണ്യം റബ്ബിന്റെ മാർഗത്തിൽ ഇന്ന് ദഅവത്തിന്റെ രംഗത്ത് ഇടപെടുക എന്നുള്ളതാ. പക്ഷെ ഇന്ന് ആളുകൾക്ക് അലസതയാ, ആളുകൾക്ക് താല്പര്യക്കുറവാ, മടി കാണിച്ചു കൊണ്ടിരിക്കുന്നു. പടച്ച റബ്ബിന്റെ ദീനീ ദഅവത്തിന്റെ രംഗത്ത് കാലങ്ങളായി കുറച്ചു പേരുള്ളത് കൊണ്ട് മാത്രം പല നാടുകളിലും സമൂഹത്തിലും ദഅവത്ത് നടന്നു പോകുന്നു എന്നൊരു ധാരണ. ദുനിയാവിന്റെ കാര്യത്തിൽ എന്ത് റിസ്ക് എടുക്കാനും ത്യാഗം ചെയ്യാനും ജനങ്ങൾ സന്നദ്ധരാണെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ പടച്ചോന്റെ ദീനൊന്ന് പരിചയപ്പെടുത്തുന്നിടത്ത് ഒരൽപ്പം റിസ്ക് എടുക്കാൻ, ത്യാഗം ചെയ്യാൻ ആളുകൾക്ക് മടിയായിക്കൊണ്ടിരിക്കുന്ന കാലം. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഈ കേരളക്കരയിൽ ഒരു നൂറ്റാണ്ട് മുൻപ് നമ്മൾ ജീവിച്ചിരുന്ന നമ്മളെ നാട്ടിൽ ഈ പ്രദേശങ്ങളിൽ പോലും വല്ലാത്ത അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. 956കളിലൊക്കെ കേരളത്തിലുള്ള പല ഉമ്മമാരും പ്രസവിക്കാൻ വേണ്ടി കയറി ചെന്നത് പള്ളിയിലുള്ള ഉസ്താദുമാര് മന്ത്രിച്ചൂതി കൊടുക്കുന്ന നഫീസത്ത് മാലയിലെ പിഞ്ഞാണ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപസ്മാരം ബാധിച്ചും ശരീരത്തിന്റെ ചുഴലി എന്ന മഹാരോഗത്തിന് കീഴ്പ്പെട്ടും ചക്രശ്വാസം വലിക്കുന്ന കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളിലേക്ക് പോകരുതെന്നും പോയാൽ അത് ശിർക്കാണെന്നും പഠിപ്പിക്കുന്നത് മുതൽ മന്ത്രിച്ചൂതുന്ന ഏലസുകൾക്ക് വേണ്ടി കാത്തിരുന്നൊരു കാലഘട്ടം കേരളക്കരയിലെ മനുഷ്യർക്കുണ്ടായിരുന്നു. എന്തിനേറെ കിടക്കുന്ന കിടക്കപ്പായയിൽ നിന്ന് നേരം വെളുക്കുമ്പം അല്പം തെന്നിക്കിടന്നാൽ അവളെ ജിന്നു കൊണ്ടുപോയതാണ് എന്ന കാരണത്തിന്റെ പേരിൽ കൂട്ടിക്കൊണ്ടുപോയി മറക്കുള്ളിൽ വെച്ച് അടിചികിത്സ നടത്തി പെൺകുട്ടികളുടെ മാനവും ജീവിതവും നഷ്ടപ്പെടുത്തിയിരുന്ന ഒരു കാലഘട്ടം കേരളക്കരയിൽ ഉണ്ടായിരുന്നു. പുരുഷന്മാർക്ക് മുടി വളർത്താനും സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനൊന്നും ഒരു കഴിവുമില്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പെരുകി പെരുകി മുസ്ലിം സമുദായത്തെ ഏറ്റവും വലിയ നാശത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയാ കേരളം മാറിയത്? കേരളത്തിലേക്ക് ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെട്ടതല്ല, മറിച്ച് ആ കാലഘട്ടത്തിലെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ, ആ കാലഘട്ടത്തിലെ മഹത്തുക്കളായ പണ്ഡിതന്മാർ, വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, എൻ വി അബ്ദുസ്സലാം മൗലവിയെ പോലെ, അമാനി മൗലവിയെ പോലെ, അലവി മൗലവിയെ പോലെ, എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെയുള്ള മുൻകാലഘട്ടത്തിലെ പണ്ഡിതന്മാർ കേരളത്തിന്റെ ഒരറ്റത്ത് നിന്ന് മറു അറ്റത്തേക്ക് ത്യാഗത്തിന്റെ ദഅവത്തുകൾ നടത്തി. ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു ചരിത്രമില്ലേ? മഹാനായ സെയ്ദ് മൗലവി കൊയിലാണ്ടി കടപ്പുറത്ത് പ്രസംഗിക്കാൻ എഴുന്നേറ്റു നിന്നപ്പോ ചീറിപ്പാഞ്ഞു വന്ന കരിങ്കല്ലുകൊണ്ട് മുൻവശത്തെ പല്ലുകൾ പൊട്ടി ചോരയൊലിച്ചടർന്നു വീണിട്ടും തന്റെ വായിലുള്ള പല്ലും ചോരയും നിലത്ത മണലിലേക്ക് തുപ്പി ആ മണലിന്റെ മേലെ കയറി നിന്ന് അരമണിക്കൂർ പ്രസംഗിച്ച് തന്റെ കൊച്ചു ബേഗുമെടുത്ത് വടകരയിലേക്ക് നടന്നു പോകുന്ന സെയ്ദ് മൗലവിയെ പോലെ, വക്കം മൗലവിയെ പോലെ, അബുസ്സബാഹ് മൗലവിയെ പോലെ രാവും പകലുകളും എഴുത്തിനും ഖുർആൻ തഫ്സീറിനും വേണ്ടി നീക്കിവെച്ച അമാനി മൗലവിയെ പോലെ ആയുസ്സിൽ സിംഹഭാഗങ്ങളും ശത്രുക്കളുമായി പടപൊരുതി ഇസ്ലാമിന്റെ ആദർശങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞ എ പി അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ, ആ മഹത്തുക്കൾ, അവര് കണ്ട സ്വപ്നമായിരുന്നു ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യമെങ്കിൽ വരാനിരിക്കുന്ന ഒരു തലമുറക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്നാലോചിക്കേണ്ടതുണ്ട്. ഒന്നും അവസാനിക്കുകയല്ല. ഇക്കഴിഞ്ഞ ദിവസം പോലും കേരളത്തിലുള്ള ഒരു മനുഷ്യന്റെ ഭാര്യ വേദന കൊണ്ട് പൊളയുന്ന സമയത്ത് പോലും ഏതോ ഷെയ്ഖ് സഹായിക്കുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ, ഒരു മടവൂർ കാഫിലയുടെ ബലത്തിന്റെ പേരിൽ ആ പെൺകുട്ടിയെ കൊലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, മലപ്പുറം ജില്ലയുടെ മണ്ണിൽ പാവപ്പെട്ട ഒരു ഭർത്താവ് മരണപ്പെട്ടപ്പം ഷെയ്ഖിന്റെ മുരീദാണെന്ന് പറഞ്ഞാൽ ആയുസ് തിരിച്ചു കെട്ടുമെന്ന വിശ്വാസത്തിൽ ഒരു ആശവം ഒരു ചാക്കിൽ പൊതിഞ്ഞ് കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, മാസങ്ങൾക്ക് മുൻപ് കണ്ണൂരിന്റെ തെരുവോരങ്ങളിൽ അപസ്മാരം ബാധിച്ച പെൺകുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ മന്ത്രിച്ചൂതി കൊടുത്തൊരേലസിന്റെ മുൻപിൽ ആ പെൺകുട്ടിയെ കൊലക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കാറായിട്ടില്ല നമ്മളെ ദഅവത്ത്, അവസാനിപ്പിക്കാറായിട്ടില്ല നമ്മളെ പ്രബോധനം. ഏതെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിലെ 12-ന് മാത്രമുള്ള ആഘോഷത്തിൽ നിന്ന് റബീഉൽ അവ്വൽ മുഴുവനും തോരണങ്ങൾ തൂക്കിയും പടകം പൊട്ടിച്ചും പള്ളികൾ അലങ്കരിച്ചും ഇല്ലാത്ത മദ്ഹുകൾ പാടിയും ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, മതത്തിന്റെ പേരിലും അല്ലാത്തതിന്റെ പേരിലും
ചൂഷണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട കാലഘട്ടമാ. ഒന്നും ദുനിയാവിൽ പ്രതീക്ഷിക്കാതെ നാളെ റബ്ബിന്റെ മുൻപിൽ എനിക്കെന്റെ റബ്ബിനോട് എന്റേതായ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറയാൻ, ഹൃദയം തുറന്ന് സംസാരിക്കാൻ നമുക്ക് കിട്ടുന്ന അവസരം. അതുകൊണ്ടായിരുന്നു ലോകത്തിന്റെ ഹബീബായ നബിത്തങ്ങൾ ഒരു കാര്യമേൽപ്പിച്ചാൽ സഹാബത്ത് അതപ്പം തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഒരു എഴുത്തുമായി മുസൈലിമത്തുൽ കദ്ദാബ് എന്ന കള്ളപ്രവാചക വാദക്കാരന്റെ നേരെ ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോ അള്ളാന്റെ ഹബീബിനൊരു വിശ്വാസമുണ്ട്, ഹബീബ് റളിയല്ലാഹു അൻഹുവിനൊരു വിശ്വാസമുണ്ട്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ വീട്ടിൽ ചെന്ന് തിരുദൂതന്റെ എഴുത്തു കൊടുത്ത് ദേഷ്യം പിടിച്ചിരിക്കുന്ന മുസൈലിമത്തുൽ കദ്ദാബ് ഹബീബ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കെട്ടുകയും കാലിന്റെ തൊടഭാഗത്ത് നിന്ന് മാംസകഷണം അരിഞ്ഞെടുത്ത് അരിഞ്ഞ മാംസകഷണത്തിലേക്ക് ചൂണ്ടി ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചപ്പം മുഹമ്മദുൻ റസൂലുള്ളാഹ് മുസൈലിമത്തുൻ കദ്ദാബുല്ലാഹ് എന്ന് മുസൈലിമാന്റെ വീട്ടിൽ മുസൈലിമാന്റെ മുഖത്ത് നോക്കി പറയാൻ ഹബീബ് റളിയല്ലാഹു അൻഹുവിന് സാധിച്ചത് എന്നിൽ അല്ലാഹ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കണം എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയായിരുന്നു. യമനിലേക്ക് മുആദ് റളിയല്ലാഹു അൻഹുവിനെ അയക്കുമ്പോഴും അങ്ങ് യസ്രിബിലേക്ക് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുമ്പോഴും ആ സഹാബത്തിനുണ്ടായ ആത്മവിശ്വാസം, പ്രിയപ്പെട്ടവരെ, ആ ഒരു ജനതയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. റിയാദിന്റെ ഇസ്ലാഹി സെന്ററുകളിൽ നിന്ന് ഇത്രത്തോളം മനുഷ്യർക്ക് വെളിച്ചത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആയിരക്കണക്കിന് മലയാളികൾ ഖുറാഫാത്തും അന്ധവിശ്വാസങ്ങളുമായി പലതിന്റെയും പിന്നാലെ ചൂഷണം ചെയ്യപ്പെടുമ്പോ നമുക്കിനിയും അടങ്ങിയിരിക്കാനല്ല, ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും ഭയപ്പെടാനല്ല, മറിച്ച് റബ്ബ് പഠിപ്പിച്ചതുപോലെ വൽതകും മിൻകും ഉമ്മ, നിങ്ങളിൽ നിന്നൊരു ഉമ്മത്തുണ്ടാവട്ടെ. അന്ന് മക്കയിലുണ്ടായ ഉമ്മത്ത് അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ മൂസ അശ്ശരിയെ പോലെ, മിസ്അബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, മഹാനായ അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ പോലെ വൽതകും മിൻകും ഉമ്മ, ഉണ്ടാവട്ടെ നിങ്ങളിൽ ഒരൊത്തൊരുമയോടെ ഒരുമിച്ച് മുന്നേറുന്ന ഒരു ജനത. യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മയിലേക്ക് ക്ഷണിക്കുന്ന, സദാചാരം കൽപ്പിക്കുന്ന കാലവും ജനതയും ഇന്നത്രയേറെ നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. പലർക്കും വെളിച്ചം കണ്ടെത്തിയും തുടങ്ങിയിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയുമോ? അത്രയേറെ നമ്മുടെ നാട്ടിലും സമൂഹത്തിലും അധാർമികതയും അന്ധവിശ്വാസങ്ങളും ചൂഷണങ്ങളും വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാ. ഒരല്പമെങ്കിലും പിടിച്ചു നിർത്താൻ സാധിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത് കൊണ്ട് തന്നെയാ. കാരണം മുജാഹിദ് പ്രസ്ഥാനം ദഅവത്ത് നടത്തുന്നത് ജനങ്ങളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോരാനാ. എങ്കിൽ മുജാഹിദ് പ്രസ്ഥാനമല്ലാത്ത പലരും ദഅവത്ത് നടത്തുന്നത് അന്ധവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനാ. എന്നും മുജാഹിദുകൾ പറയുന്നു നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന്. ആ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന തൗഹീദിന്റെ വെളിച്ചം പറയുന്ന നമ്മൾ ഒരു നൂറ്റാണ്ട് കാലം ആ വാക്ക് തിരുത്തേണ്ടി വന്നിട്ടില്ല, കോട്ടി മാറ്റി പറയേണ്ടി വന്നിട്ടില്ല, ഇല്ലാത്ത വാദങ്ങൾക്ക് വേണ്ടി തെളിവുകൾ ശേഖരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഇന്നും ഈ വാദത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളും ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്കും ആശയങ്ങളിലുള്ള പാളിച്ചകളും അവരുടെ വാക്കുകളിലുള്ള പോരായ്മകളും തിരിഞ്ഞുകുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നൂറ്റാണ്ട് കാലമല്ല, ഈ പ്രസ്ഥാനമുള്ള കാലത്തോളം നെഞ്ചു വിരിച്ചു പറയാൻ സാധിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ തൗഹീദ് ഈ ജനതക്ക് എത്തിച്ചു കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശമാണെന്ന്. ആ തൗഹീദ് നഷ്ടപ്പെടുത്താൻ ഒരു ഭാഗത്ത് പുരോഹിതർ പണിയെടുക്കുന്നു, ആകാശത്ത് കൂടെ പോകുന്ന ഫ്ലൈറ്റ് പിടിച്ചിറക്കുന്നു, ചീറിപ്പാഞ്ഞു പോകുന്ന തീവണ്ടി പിടിച്ചു നിർത്തുന്നു, കോയിക്കാല് കൊണ്ട് ഗർഭം കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ തലേക്കെട്ടുകാർ വ്യാഖ്യാനിക്കുമ്പം മറുഭാഗത്ത് ഈ തലമുറയെ പിഴച്ച വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകാൻ ലിബറലുകളും പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ആ ലിബറലിസത്തിന്റെ തോന്നിവാസത്തിന്റെ അങ്ങേത്തലയാണ് ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അധാർമികതയും ലഹരി എന്ന മഹാവിപത്തും. ആ ഒരു ചരിത്രം ഇനിയും നമ്മളെ നാട്ടിലും സമൂഹത്തിലും ആവർത്തിക്കാതിരിക്കാൻ വിട്ടുകൊടുക്കരുത്. നമ്മളെ വിശ്വാസത്തെയും നമ്മളെ മുസ്ലിം ഉമ്മത്തിനെയും നാശത്തിന്റെ ആളുകൾക്ക് വേണ്ടി. അവിടെ വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ, റബ്ബ് ഏൽപ്പിച്ചു തന്ന അമാനത്ത് കൃത്യമായി ഏറ്റെടുത്ത് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടേയിരിക്കണം. ആ പണിയെടുക്കൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് ചില യോഗ്യതകൾ ഉണ്ടാവണം. അതിലൊന്ന് അകമഴിഞ്ഞ പ്രാർത്ഥനയാ.
എന്റെ റബ്ബേ, നിന്നെ മാത്രം ആഗ്രഹിച്ച് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി സമൂഹത്തിൽ പേരെടുക്കാനല്ല, രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടിയിട്ടല്ല. ഇക്കാലഘട്ടം വരെ ഈ പ്രസ്ഥാനം അതിന് മെനക്കെട്ടിട്ടുമില്ല. നിരവധി സമ്മേളനങ്ങൾ, അവസാനത്തെ സമ്മേളനങ്ങൾ പോലും കോഴിക്കോടിന്റെ മണ്ണിൽ 10,000-ങ്ങളെയും ലക്ഷങ്ങളെയും നിർത്തി നമ്മൾ നടത്തിയപ്പോ ഒരു രാഷ്ട്രീയക്കാരന്റെയും തിണ്ണ നിരങ്ങാൻ ആളുകളുടെ ബാഹുല്യം കാണിച്ച് ചെന്നിട്ടില്ല. അല്ലെങ്കിൽ മതത്തിന്റെയും ഈ സംസ്ഥാനത്തിന്റെയും താക്കോൽ സ്ഥാനങ്ങളിൽ ഞങ്ങൾ ആളുകൾ വേണമെന്ന് പറയാൻ ഈ കാലഘട്ടം വരെ മുജാഹിദ് പ്രസ്ഥാനം ഈ ആദർശത്തെ കുരുതി കൊടുത്തിട്ടില്ല. എക്കാലഘട്ടത്തിലും ഒരു ലക്ഷ്യം മാത്രം, തഖബ്ബൽ മിന്ന, നീ സ്വീകരിക്കണം റബ്ബേ. റോഡ് വക്കിൽ ചോരയൊലിച്ച് കിടക്കുന്നവന്റെ നിറമോ അവന്റെ രക്തമോ അവന്റെ ജാതിയോ നമ്മൾ പരിഗണിക്കുന്നില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മഹ്ശറയിൽ എന്റെ നേരെ നോക്കി എനിക്ക് ആ വെളിച്ചം കിട്ടിയിട്ടില്ല റബ്ബേ, എന്റെ തൊട്ടടുത്ത റൂമിൽ ഇവനുണ്ടായിരുന്നു, എന്റെ കുടുംബത്തിൽ ഇവനുണ്ടായിരുന്നു, എന്റെ സമൂഹത്തിലും സൗഹൃദങ്ങളിലും ഇവനുണ്ടായിരുന്നു, ഇവളുണ്ടായിരുന്നു എന്ന് നമ്മളെ നേരെ നോക്കി ഒരാളും പറയാതിരിക്കാൻ ആ മനസ്സോടുകൂടി, നിയ്യത്തോടുകൂടി, നല്ല ഹൃദയവിശുദ്ധിയോടുകൂടി നമുക്ക് ആ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കണം. ഏത് പ്രവർത്തനങ്ങളും വിജയത്തിലെത്തണമെങ്കിൽ നേതൃത്വത്തെ അംഗീകരിച്ചേ മതിയാകൂ, അനുസരിച്ചേ മതിയാകൂ. ഉഹുദിൽ എന്തേ ഇസ്ലാമിന്റെ തുടക്കത്തിൽ ഒന്ന് പതറിപ്പോകാനുള്ള കാരണം നേതൃത്വത്തെ ധിക്കരിച്ചതിന്റെ പേരിൽ. കൃത്യമായ കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ പോലും ഒന്നും അവിചാരിതമായി സംഭവിച്ചതല്ല. കേരളത്തിലെ 1 നൂറ്റാണ്ട് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഐക്യസംഘം മുതൽക്ക് അവസാനം രൂപീകരിക്കപ്പെട്ട MSM, MGM ആവട്ടെ, ഇന്ന് കേരളത്തിലെ യുവാക്കളെ നന്മയിലേക്ക് നയിക്കുന്ന ഹൈസക്കുകളാവട്ടെ, പ്രോഫ്കോണുകളാവട്ടെ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സയൻസ് വിദ്യാർത്ഥികൾക്കുമുള്ള സയൻസ് സമ്മേളനങ്ങളാവട്ടെ, എന്തിനേറെ ഓരോ മഹല്ലിലെ മദ്രസ കാലഘട്ടത്തിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുന്ന CRE വിദ്യാഭ്യാസമാകട്ടെ, വ്യവസ്ഥാപിതമായ കൃത്യമായ അജണ്ടയോടുകൂടി സംഘടനാ പ്രവർത്തനത്തോടുകൂടിയ ഏത് നാട്ടിലും ദഅവത്ത് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സംഘടനാ പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തി അത് ഹിസ്ബിയത്താണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഏതു കാലഘട്ടത്തിലും കുട്ടര് കയറി വന്നിട്ടുണ്ട്. പക്ഷേ ആ സംഘടനയിൽ നിന്ന് മുതലെടുപ്പ് ആഗ്രഹിക്കാത്തവരാണെങ്കിൽ, ആ സംഘടനയുടെ സ്ഥാനമാനങ്ങൾ കിട്ടണം എന്ന് സ്വപ്നം കാണാത്തവരാണെങ്കിൽ ഒരു വ്യക്തിക്കൊരിക്കലും സംഘടന ഹിസ്ബിയത്തല്ല. സംഘടന ഹിസ്ബിയത്തായി മാറുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് മാത്രം താല്പര്യങ്ങൾ ഉണ്ടാകുമ്പോഴാ. പക്ഷേ സംഘടനാ രംഗത്ത് ആ വ്യക്തിപരമായ താല്പര്യം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രവർത്തനം പോലും ഏറെ പരാജയത്തിലേക്ക് എത്തിപ്പെടും. സംഘടനാ പാടവത്തോടെ, പ്രവർത്തനത്തോടെ, കൂട്ടായ വർക്കോടുകൂടി റബ്ബിന് വേണ്ടി ചിന്തിച്ചുകൊണ്ട് ഒരു സംഘം പണിയെടുക്കുകയാണെങ്കിൽ ആ സംഘത്തിനാണ് വിജയം. ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എന്ന് മുൻകാലഘട്ടത്തിലെ ഉലമാക്കൾ പഠിപ്പിച്ചതുപോലെ സംഘടന ഒരു ചുമരു മാത്രമാ. അതല്ല നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കല്ല നമ്മളുടെ പ്രയാണം. മറിച്ച് ആ സംഘടന മുൻപോട്ട് വെക്കുന്ന, ഇക്കാലം വരെ തിരുത്തി പറയാത്ത ആ സംഘടനയുടെ ആദർശം അത് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ഒത്തൊരുമയോടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അള്ളാഹു നൽകുന്നൊരു ഉത്തരവും റബ്ബ് നൽകുന്നൊരു സന്തോഷവുമുണ്ട്. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുന്യാനുൻ മർസൂസ്. ചേർത്ത് വെക്കപ്പെട്ട കരിങ്കല്ലുകളെ പോലെ, അല്ലെങ്കിൽ മരത്തടികളെ പോലെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ലോകത്തൊരു ശക്തിക്കും ഒരു മലവെള്ളപ്പാച്ചിലിനും നിങ്ങളെ തകർക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത് നമ്മൾക്കിടയിൽ അൻഅനത്തി എന്നൊരു ചിന്തയിലേക്ക് എത്തുമ്പോഴാ. അതില്ലാത്ത നിലക്ക് എൻ്റെ ആദർശം ഈ ജനങ്ങളുടെയും ആദർശമായി മാറണം എന്ന പൂർണ്ണ വിശ്വാസത്തോടെ, നിയ്യത്തോടുകൂടി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഓരോ ഉത്തരവാദിത്തവും നമുക്ക് നിർവഹിക്കാൻ സാധിക്കണം. നാളെ പടച്ച റബ്ബിന്റെ മണ്ണിലേക്ക് കടക്കുമ്പോൾ 10,000 മയ്യത്ത് നിസ്കരിക്കാൻ നമ്മളെ പള്ളി മഹലിൽ എത്തലല്ല പുണ്യം. മറിച്ച് കിടക്കുന്ന മയ്യത്തിനെ നോക്കി ഒരാളെങ്കിലും പറയണം, അയാൾ കാരണമാണ് റബ്ബേ എനിക്ക് ഹിദായത്ത് കിട്ടിയത്, എനിക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയത് എന്ന്. അങ്ങനെ ഒരാൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി നമ്മളെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ പോലും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതെന്റെയും നിങ്ങളുടെയും അനന്തര സ്വത്താ. ഖബറിലേക്ക് കിട്ടുന്ന അനന്തര സ്വത്ത്. ആയ കാലങ്ങൾ അത്രയും പ്രവാസ ലോകത്ത് എത്രയേറെ സമ്പാദിച്ചിട്ടും ആ സമ്പാദിച്ച സമ്പത്തുകൾ മുഴുവനും മക്കൾക്കുള്ള അനന്തര സ്വത്താ. എനിക്കും നിങ്ങൾക്കുമുള്ള അനന്തര സ്വത്ത് നമ്മൾ മരിച്ച് മണ്ണ് കിടക്കുമ്പം നമ്മളെ ഓർത്ത് വെളിച്ചം കിട്ടിയവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന
ഒരു പ്രാർത്ഥന, ഒരു തേട്ടം ആ മനുഷ്യനെ കൊണ്ടാണ് റബ്ബേ എനിക്ക് വെളിച്ചം കിട്ടിയത് എന്ന ഒരു ഹൃദയത്തിന്റെ ഒരു ചിന്ത മതി മനുഷ്യരെ നമ്മളെ ഖബർ വിശാലമാവാൻ. ആ തിരിച്ചറിവോടുകൂടി സജീവമായി പ്രവർത്തന രംഗത്തിടപെടാനും നാഥന്റെ അരികിലേക്ക് മടങ്ങുമ്പം വെളിച്ചത്തിന്റെ വാഹകന്മാരാവാനും വെളിച്ചം എത്തിച്ചു കൊടുത്തവരാവാനും അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിൻ്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള മഹാ അനുഗ്രഹമായ ഹിദായത്ത്, ആ സന്മാർഗം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നവരെയാണ് അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി. അങ്ങനെയുള്ള ദഅവത്ത് രംഗത്തും പ്രവർത്തന രംഗത്തും നമ്മൾ ഇടപെടുന്ന സമയത്ത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നതൊക്കെ ഓരോ പദവികളാണ്. ഒരുപക്ഷെ നമ്മൾ പ്രസിഡന്റ് ആവാം, സെക്രട്ടറി ആവാം, ട്രഷറർ ആവാം, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തക സമിതി അംഗമാവാം, അതല്ലെങ്കിൽ നമ്മൾ ആ കൂട്ടായ്മയുടെ ഭാഗമാകാം. ഇങ്ങനെയൊക്കെ ഏൽപ്പിക്കപ്പെടുന്ന ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പദവികളും സ്ഥാനങ്ങളും നമുക്ക് കിട്ടാറുണ്ട്. ഇന്ന് സ്വതവേ പദവികളും സ്ഥാനങ്ങളും കിട്ടാൻ എളുപ്പവും മാർഗങ്ങളുമുണ്ട്. ചില ആളുകൾ പറയുന്നത് പോലെ പദവികളും സ്ഥാനങ്ങളും കിട്ടണമെങ്കിൽ കുറച്ച് അഭിനയിച്ചാൽ മതി. ഞാനൊരു നല്ല മുത്തഖിയാണ്, സ്വയം വലിയവനാണ്, ഞാൻ നല്ല തഖ്വയുള്ളവനാണെന്ന് സ്വയം ജനങ്ങൾക്കിടയിൽ വേഷം കെട്ടിയാൽ പദവി കിട്ടും, സ്ഥാനം കിട്ടും. അതല്ലെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പണവും തറവാടും ജനങ്ങൾക്കിടയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നിലക്ക് കൊടുക്കാനുള്ള സാമ്പത്തിക സ്രോതസ്സും സാമ്പത്തിക ബലവുമുണ്ടെങ്കിൽ ചില ആളുകൾക്ക് താനെ പദവിയും സ്ഥാനവും വന്നു ചേരും, ആളുകൾ ഏൽപ്പിച്ചു കൊടുക്കും. മൂന്നാമത്തെ ഒരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം കുതന്ത്രത്തിലൂടെയും കുതന്ത്ര ചിന്തകളിലൂടെയും സ്ഥാനങ്ങളും പദവികളും നേടിയെടുക്കുകയും ചെയ്യും. ഏതൊക്കെ അർത്ഥത്തിലാണെങ്കിലും നമുക്ക് ലഭിക്കുന്ന പദവി ഈ മൂന്ന് കാര്യങ്ങളിൽ, ഈ മൂന്ന് രീതിയിൽ ഒരു അർത്ഥത്തിലായിരിക്കും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പദവികളും സ്ഥാനങ്ങളും ലഭിക്കുക. ഹലാലായ നിലക്ക് ആളുകളുടെ തൃപ്തിയോടുകൂടി ഏൽപ്പിക്കപ്പെട്ട പദവിയാണെങ്കിൽ ആ പദവി പോലും നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സൂചിപ്പിക്കുകയുണ്ടായി. മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൽ ഇമാറ, എന്താണ് പദവി? എൻ്റെ ഈ വാക്ക് കേൾക്കുന്ന ഈ പ്രവർത്തകന്മാരിൽ പലരും പദവികളുള്ളവരാ. എൻ്റെ സഹോദരിമാര് പലപ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ഒരുപക്ഷെ ദഅവത്ത് രംഗത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ സാമൂഹ്യക്ഷേമമുണ്ടാകാം, ദഅവത്ത് രംഗമുണ്ടാകാം, റമദാനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാവാം, സക്കാത്ത് ഉണ്ടാവാം, വളണ്ടിയർമാരുണ്ടാവാം, എന്തുമാവട്ടെ. മൽ ഇമാറ, എന്താണ് പദവി? ആരോ നാലാള് വിളിച്ച് ഏൽപ്പിച്ചപ്പം ഞാനങ്ങ് നിന്നു, എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പം ഞാനങ്ങ് നിന്നു, എല്ലാവരുടെയും എനിക്കതൊന്ന് രസമായിട്ട് തോന്നി എന്നൊക്കെ ഇവിടെ നമുക്ക് ന്യായീകരിക്കാനും നമ്മളെ രക്ഷപ്പെടുത്താനും സാധിക്കുമെങ്കിലും, അതല്ലെങ്കിൽ ആളുകൾക്ക് മുൻപിൽ അത്യാവശ്യം വേഷം കെട്ടാൻ ആ പദവി നമുക്ക് ഉപയോഗപ്പെടുമെങ്കിലും, സ്വഹാബത്ത് ചോദിച്ചു, നബിയെ നിങ്ങൾ പറ, അല്ലാഹു വറസൂലുഹു അഅലം, എന്താ പദവി, എന്താ ഇമാറത്ത്? തിരുദൂതൻ സങ്കടത്തോടെ പറഞ്ഞു, അവ്വലുഹ മലാമത്തുൻ, ഒന്നാമതായി അതൊരു കുറ്റപ്പെടുത്തലാണ്. മറ്റൊരു ഭാഗത്ത് ഈ ഹദീസിന്റെ മറ്റൊരു ഭാഗത്ത് കാണാൻ സാധിക്കും, ഒന്നാമതായി അതൊരു ലജ്ജയാണ്, നാണക്കേടാണ്. നാളെ റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ കുറ്റപ്പെടുത്തപ്പെടാനുള്ളൊരവസരം, റബ്ബിന്റെ മുൻപിൽ നിങ്ങൾ നാണം കെടാനുള്ളൊരവസരം. അല്ലാണ്ട് പദവി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്നൊന്നും കരുതണ്ട. ഏതെങ്കിലും ഒരു രംഗത്ത് പടച്ചോൻ എന്തെങ്കിലും ഏൽപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതേത് രംഗത്തെ ചെറുതാവട്ടെ വലുതാവട്ടെ, പടച്ചോനെ ഈ ചെറിയ ഭാഗമാണെങ്കിൽ പോലും അതൊരിക്കലും എനിക്കൊരു കുറ്റപ്പെടുത്തേണ്ട അവസരമായി മാറരുത്. നാളെ റബ്ബെന്നെ കുറ്റപ്പെടുത്തുന്ന ഒരവസരമാകരുത്.
ഒരിക്കലും ഞാനൊരു കുറ്റക്കാരനാവരുത് എന്ന നിയ്യത്തോടെ ആ പദവിയെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. അല്ലെങ്കിൽ അവലുഹാ മലാമത്തുൻ, നിങ്ങൾക്കതൊരു നാണക്കേടായി മാറും. നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട നിങ്ങളെ പദവി നിങ്ങൾക്ക് വലിയ നാണക്കേടായിട്ട് വരും. വസാനീഹ, രണ്ടാമതായി നിദാമത്തുൻ, അതൊരു ഖേദമാണ് മനുഷ്യരെ. കിട്ടിയ നിങ്ങളുടെ സ്ഥാനം കൊണ്ട് ദുനിയാവിൽ ചിലപ്പോൾ നിങ്ങൾ നെഞ്ചു വിരിച്ചേക്കാം, നിങ്ങൾ അഹങ്കരിച്ചേക്കാം. ആളുകൾക്ക് മുൻപിൽ നിങ്ങൾ വലിയ സ്ഥാനം കിട്ടിയവനെ പോലെ നിങ്ങൾ വലിയ ഭംഗിയിൽ നടന്നേക്കാം. പക്ഷേ വസാനീഹ നിദാമത്തുൻ, നിങ്ങൾക്കൊരു ഖേദമായിരിക്കും അത്. ആ സ്ഥാനം കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾ ഖേദിക്കുന്നൊരവസരം വരും. സ്ഥാനം ലഭിച്ചതിന്റെ പേരിൽ നിങ്ങൾ പൊട്ടിക്കരയുന്നൊരു നിമിഷം വരും. ആ സ്ഥാനം വേണ്ടായിരുന്നു റബ്ബേ എന്ന് കരയുന്നൊരു നിമിഷം വരും. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബിനെ ഖലീഫയായി തെരഞ്ഞെടുക്കാൻ വേണ്ടി സഹാബത്ത് ഒരുമിച്ച് കൂടി എല്ലാവരും ഐക്യകണ്ഠേന പാസാക്കിയപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് വന്ന് സഹാബത്തിന് മുൻപിൽ നിന്ന് പറഞ്ഞു, ഈ മദീനയിലെ മണൽത്തരികൾ വാരിത്തുന്നണമെന്ന് പറഞ്ഞാൽ ഞാൻ വാരിത്തുന്നും, പക്ഷെ എനിക്ക് അധികാരം വേണ്ട, എന്നെ സ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലെ ഗവർണറാക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിച്ചപ്പോ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, ഉമറേ, ഈ തപ്പനയുടെ പച്ച ഓല തിന്നിട്ടാണെങ്കിലും ഞാൻ ജീവിച്ചോളാം, എനിക്ക് കൂഫയിലെ ഗവർണറാവണ്ട. വസാനിഹ നിദാമത്തിൻ, പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും കിട്ടിയ പദവി അതൊരു ഖേദമാണോ എന്ന് നാളെ പടച്ചോന്റെ അടുത്തെത്തുമ്പോഴേ അറിയൂ. അത് ഖേദമാകുന്നത് നമ്മളുടെ നിരുത്സാഹത കൊണ്ടും ഉത്തരവാദിത്തം പൂർത്തീകരിക്കാത്തത് കൊണ്ടാ. വസാലിസഹ, മൂന്നാമതായി അധികാരം പദവി എന്ന് പറഞ്ഞാൽ അദാബും മിനല്ലാഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ പടച്ചോന് നമ്മളെ എളുപ്പത്തിൽ ശിക്ഷിക്കാനുള്ളൊരു കാരണം കൂടിയാ. ഖിയാമത്ത് നാളിൽ പടച്ചോൻ ഏറ്റവും എളുപ്പം ശിക്ഷിക്കാൻ, അദാബ് നൽകാനുള്ള ഒരു കാരണം കൂടിയാണ് നമ്മളെ പദവി. ഒരു പദവി ലഭിച്ചവനെ നിരുത്സാഹപ്പെടുത്തുകയല്ല, മറിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള പദവി കൊണ്ട് എത്രത്തോളം ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചം എത്തിക്കാൻ നമുക്ക് പണിയെടുക്കാൻ സാധിച്ചു എന്ന് ചിന്തിക്കണം. ഓരോ അവസരങ്ങളും സാധ്യമാകുന്ന നിലക്ക് നമുക്ക് ഉപയോഗപ്പെടുത്തണം. എനിക്ക് പ്രസംഗിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയും മൈലുകൾ യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുന്നു. സംഘാടകരാകാൻ, പ്രവർത്തകന്മാരാവാൻ, കൂട്ടായ്മയാവാൻ, ലഘുലേഖകൾ വിതരണം ചെയ്യാൻ, അള്ളാന്റെ ദീന് കേൾക്കാൻ വരുന്നവർക്ക് സേവനം ചെയ്യാൻ, ത്യാഗം ചെയ്തും നൊമ്പരപ്പെട്ടും പലരും ചേർന്ന് നിന്നതിൻ്റെ ഇന്നത്തെ വിജയമാ. വിരളിലെണ്ണാവുന്നവരെ കൊണ്ട് ഐക്യസംഘമായി ഏറിയാട്ട് തുടങ്ങി ഇന്ന് വിരളിലും കാൽക്കുലേറ്ററിലും കമ്പ്യൂട്ടറിലും കൂട്ടാൻ കിട്ടാത്തത്ര ബാഹുല്യത്തിലേക്ക് ഈ ആദർശ പ്രസ്ഥാനം വളർന്നിട്ടുണ്ടെങ്കിൽ അത് കൂട്ടായ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മനോഭാവത്തോടുകൂടി ഓരോരുത്തരും പ്രവർത്തിച്ചത് കൊണ്ടാ, അതേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ടാ പ്രിയപ്പെട്ടവരെ ഈ നാട്ടിൽ പോലും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതെങ്കിൽ എൻ്റെ നിസ്സഹകരണമോ ഞാൻ മാറി നിൽക്കലുകളോ എൻ്റെ ഒരു മറ്റേതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു മാനസിക അകലമോ ഒരു കൂട്ടായ്മയെ തകർക്കുകയോ ഒരു ആദർശത്തിൽ വള്ളലുണ്ടാക്കുകയോ ചെയ്യരുത് എന്ന ചിന്തയോടുകൂടി ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സാധിക്കണം. നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പം ചുവന്ന ഒട്ടകങ്ങളെക്കാൾ നമ്മളെ പ്രിയപ്പെടുത്തുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ പൂങ്കാവനത്തിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള ആ മഹത്തായ റബ്ബിന്റെ സ്വർഗമെന്ന ഫിർദൗസ് എന്ന ആ ലക്ഷ്യത്തിലേക്കായിരിക്കണം നമ്മളെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ. അങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും റബ്ബിന്റെ മാർഗത്തിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അള്ളാഹുവേ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. നാഥ, മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, പ്രിയപ്പെട്ട നേതാക്കൾ, ഇസ്ലാഹി പണ്ഡിതന്മാർ, ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ചു കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. സാമ്പത്തികമായി കടബാധ്യതയിൽപ്പെട്ടവരും പല പ്രയാസം കൊണ്ട് ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുന്നവരും നാഥ, എളുപ്പം എല്ലാ ബാധ്യതകളും ഹലാലായ നിലക്ക് പൂർത്തീകരിച്ച്
നല്ല മഈശത്തോടുകൂടി ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ നാഥാ. പരസ്പരം സ്നേഹിച്ചും ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തും നീ ഇഷ്ടപ്പെടുന്ന ഒരു മുത്തക്കിയായി കുടുംബമായി ജീവിക്കാൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിന് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന നിന്റെ അരികിലേക്ക് ഏറ്റവും നല്ല സാമീപ്യം ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ, ആ മക്കളുടെ മാതാപിതാക്കളാവാനും നല്ല മക്കളായി ആ മക്കളെ നീ ഞങ്ങൾക്ക് കാണിച്ച് ഞങ്ങളോട് അനുഗ്രഹം കാണിക്കണമേ നാഥാ. സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഏറെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, ഗസയിലടക്കം അങ്ങേയറ്റം സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് ഏറ്റവും വലിയ വിജയത്തിലേക്ക്, ഏറ്റവും വലിയ സമാധാനത്തിലേക്ക് നീ എളുപ്പം സഹായം നൽകി അവരോടും ഞങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ റബ്ബേ. നിന്റെ ദീനി ദഅവത്ത് രംഗത്ത് മരണം വരെ ഏതെല്ലാം നിലക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ അതിനുള്ള ഊർജവും അതിനുള്ള ആരോഗ്യവും അതിനുള്ള സാമ്പത്തികതയും നൽകി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിലും പ്രവർത്തന രംഗത്തും ഈമാനിന്റെ ചൈതന്യം കൊണ്ട് ഞങ്ങളോട് നീ കാരുണ്യം കാണിക്കണമേ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.